Malayalam short film Graniyal, directed by Anandaraman Ajay and starring Shivaraj and KPSC Leela. KPSC Leela ഇതിനു മുമ്പും നമ്മൾ ഏതൊരു സിനിമ കണ്ടിട്ടുണ്ട്, പൂക്കാലം, വിജയരാഘവന്റെ. അതുപോലെ നമ്മുടെ എക്കോ എന്ന സിനിമയിലെ മ്ലാത്തിച്ചേർത്തിക്ക് സൗണ്ട് കൊടുത്തേക്കുന്ന KPSC Leelയാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ, ഇതിലെ ക്യാരക്ടർ എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ ആ ക്യാരക്ടറായിട്ട് ആപ്റ്റായിട്ട് എങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റുമോ, ഏത് ലെവലിൽ ഡെലിവർ ചെയ്യാൻ പറ്റുമോ ആ ഒരു ലെവലിൽ തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ശിവരാജിന്റെ ആക്ടിങ് കൊള്ളായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ടോൺ വരണമെന്ന് തോന്നി പേഴ്സണലി. ഷോർട്ട് ഫിലിം ആണെങ്കിലും എനിക്ക് ഈ പറഞ്ഞൊരു ഹൈപ്പ് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല ഓണസ്റ്റ്ലി. എന്നുവെച്ചാൽ മോശമാണെന്നില്ല, ഇവർ ഈ പറയുന്ന പോലെ ഇത് സിറ്റുവേഷണൽ ഹൊററാണ്. അറ്റ്മോസ്ഫറിക് ഹൊറർ എന്ന് പറയുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ആ ഒരു വീട്ടിലേക്കും അതിൻ്റെ ഒരു മിസ്റ്റീരിയസ് ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ ആണെങ്കിലും, സൗണ്ട് കൊണ്ടാണെങ്കിലും, സിനിമാറ്റോഗ്രാഫി കൊണ്ടാണെങ്കിലും, അതിൻ്റെ കളർ ഗ്രേഡിങ് കൊണ്ടാണെങ്കിലും ശരിക്കും ആ ഒരു വീടിൻ്റെ ഒരു നിഗൂഢത അത് ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോറി അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഇതിനു മുമ്പും ഈ ഒരു തീമിലെ സിനിമകളും കണ്ടിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോറി വൈസ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് പുതുമയൊന്നും തോന്നിയില്ല. പക്ഷേ എടുത്ത് വെച്ചേക്കുന്ന രീതി തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു അനാവശ്യമല്ല, ഒരു ജംസ്കെയർ പോലും ഇല്ലാണ്ട് ആ ഒരു ഫീൽ നമുക്ക് തരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊരു ബ്രേവ് അറ്റംപ്റ്റ് ആണ്. കാരണം ഏതൊരു എക്സ്റ്റെൻഡ് കഴിഞ്ഞാലും നമുക്ക് ഇതിൽ ബോറിംഗ് ഫീൽ ചെയ്യില്ല. അതെന്ന് വെച്ചാൽ ഞാനിത് മറ്റേ അന്യായ ഹൊറർ ഫിലിംസ് കണ്ട് മാത്രം പേടിക്കുന്ന ആളാണെന്നല്ല. ഇവർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്തു രാത്രി 12 മണിക്ക് ഇരുന്നാണ് ഞാൻ ഷോർട്ട് ഫിലിം കണ്ടത്. പക്ഷെ എന്തോ മേ ബി എൻ്റെ ഞാൻ കണ്ട ഒരു മെന്റൽ സ്റ്റേറ്റിന്റെ ആവാം, ഈ ഒരു ഹൊറർ ഫിലിം ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂഡിലല്ലായിരിക്കും ഞാൻ കണ്ടത്, അതുകൊണ്ടാവാം. അല്ലെങ്കിൽ എനിക്ക് പണ്ടേ ഉള്ള ചീത്ത സ്വഭാവമാണ്, അനാവശ്യമായിട്ട് ഹോപ്പ് വെക്കും, എക്സ്പെക്ട് ചെയ്യും. സോ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. ക്ലൈമാക്സ് ആണെങ്കിലും എനിക്ക് പ്രിഡിക്റ്റബിൾ ആയിരുന്നു. അഫ്കോഴ്സ് ഷീസ് ആ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ഓഫ് കോഴ്സ് ഇതിലെ മറ്റേ ക്യാരക്ടർ അവസാനം ഇങ്ങനെ ആകും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് ചെല്ലും എന്നതിൽ നമുക്കൊരു ഉറപ്പില്ലായ്മയൊന്നുമില്ല. നമുക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു, 100% ഷുവറായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം. പിന്നെ റീസെൻ്റ്ലി ഇതേപോലെ തന്നെ ഒരു ഹൊറർ ഫിലിം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹൊറർ കണ്ട് ഞെട്ടിയതുകൊണ്ടാവാം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. പ്രത്യേകിച്ച് ഇവർ കൊടുക്കുന്ന ഒരു ഹൈപ്പും, ഇവർ മാത്രമല്ല യൂട്യൂബ് മൊത്തം തുറന്നാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും ഇതിൻ്റെ മറ്റേ ഡീകോഡിങ്ങും പരിപാടിയൊക്കെയാണ് ഇവിടെ നോക്കിയത്. മൂവി റിവ്യൂസ് ആണെങ്കിലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അനാവശ്യമായ ഹോപ്പ് തന്നത് കൊണ്ടാണ്, അവരുടെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമാണ്. പക്ഷേ നോർമലി ഒരു ഹൊറർ ഫിലിം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്ന രീതിക്ക് ഒരു ഹൊറർ ഫിലിം കാണാൻ താല്പര്യമുള്ളവർക്ക്, അവർക്കൊരു 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു 40 മിനിറ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. സോ ഒരു 1 അവറിനുള്ളിൽ അത്യാവശ്യം പേടിക്കേണ്ട ആൾക്കാർക്ക്, രാത്രി ഉറക്കമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പേടിച്ചുറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗ്രാനി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഒരു സിറ്റുവേഷൻ ഹൊറർ ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ ഒരു സിറ്റുവേഷൻ്റെ ഹൊറർ തീർച്ചയായും ഈ പറയുന്നത് പോലെ നമുക്ക് അവർ ആ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ നമ്മൾ കാണുവാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു പേടി വരുന്നൊരു ഷോർട്ട് ഫിലിമാണ്. സോ താല്പര്യമുള്ളവർക്കാണ്. ഒപ്പം ഇതുപോലെ സിനിമയോടും അല്ലെങ്കിൽ സിനിമ വെല്ലുന്ന വിധം കട്ടക്ക് നിൽക്കുന്ന ഷോർട്ട് ഫിലിംസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.